പലപ്പോഴും 40s ഒരു വലിയ കേസ് സ്റ്റഡിയാണ്. കാരണം 40s കഴിഞ്ഞിട്ടാണ് കുറച്ചധികം നന്നായതെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഈ 40+ ആകുമ്പോൾ പാരന്റിങ് എന്താന്ന് കുറേ മനസ്സിലായി കഴിയും. 40 വർഷം ഈ ലോകത്ത് ജീവിക്കലാണ്. 40 ഒന്നുമില്ല കേട്ടോ, ചിലർക്കൊക്കെ വളരെ മുന്നേയും ഇത് കഴിഞ്ഞാലും തലയ്ക്ക് ഉദിക്കാത്ത ആൾക്കാരുണ്ടാവാം. ഈ 40+ ഉണ്ടാകുന്ന സമയത്ത് നമ്മൾക്ക് മറ്റുള്ളവരിൽ നിന്ന് കിട്ടുന്ന കുറെ കാര്യങ്ങളെ നമുക്ക് കുറച്ച് ബോധം ഉണ്ടെങ്കിൽ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. 2, നമ്മളുടെ സെൽഫ് റിയലൈസേഷൻ ഉണ്ടാകുന്നത് നമ്മൾ ഉണ്ടാവുന്ന ഫെയിലുവേഴ്സ് നമ്മൾ പഠിക്കുമ്പോഴാണ്. ഫെയിലുവർ നമ്മൾ പഠിക്കുന്നില്ല എന്നുള്ളതാണ്. ഞാൻ ഫെയിലുവേഴ്സിനെ കംപ്ലീറ്റ് പഠിക്കാറുണ്ട്, ഞാൻ എഴുതാറുണ്ട്. ഇതിങ്ങനെ സംഭവിച്ചത് ഇങ്ങനെയല്ലേ, ഇന്റെ കയ്യിലിരിപ്പാണെങ്കിൽ അത് ഇങ്ങനെയല്ലേ, വായിലിരിപ്പാണെങ്കിൽ അത് ഇങ്ങനെയല്ലേ. ഇത്തരം കാര്യങ്ങൾ നമ്മൾ പഠിക്കുക എന്നുള്ളതിലൂടെ, അതിപ്പോൾ ഞാൻ ഇപ്പോഴും പറയുന്നു, ചോദ്യത്തിന്റെ ഉത്തരം ഇതാണ്. എങ്ങനെ പഠിക്കുമെന്ന് ചോദിച്ചാൽ ജസ്റ്റ് സ്റ്റഡി യുവർ ഫെയിലുവേഴ്സ്. ഫെയിലുവർ ഇല്ലാത്ത ഒരു മനുഷ്യന് ഉണ്ടാവില്ല ലോകത്ത്. നിങ്ങളോട് പറയാണ് നിങ്ങൾ കണ്ണെല്ലാം അടച്ചിരുന്നിട്ട് മെഡിറ്റേറ്റ് ചെയ്യാൻ പറയാം. മാത്യുവിനോട് പറയാം, മാത്യു പിസ്സയെ കുറിച്ച് ഒട്ടും ചിന്തിക്കരുത് കേട്ടോ. മാത്യു ആദ്യം ഇപ്പൊ പിസ്സ റൗണ്ട് തലയിൽ വന്നു. ഇതെന്തുകൊണ്ടെന്ന് ചോദിച്ചാല് നമ്മളൊരാളെ ഡയറക്റ്റ് ചെയ്തിട്ട് ഇതൊന്നും ചെയ്യാൻ പറ്റൂല. അതുകൊണ്ട് ഒരു മെൻറ്റർക്കും ഒരാളെ അങ്ങനെ വലുതായിട്ടൊന്നും മെൻറ്ററിങ് ചെയ്യാൻ പറ്റൂല. റോബർട്ട് ഫ്രോസ്റ്റിന്റെ കവിത വെറുതെ എടുത്തു വെച്ച് വായിച്ചാൽ കൃത്യമായിട്ട് എന്താ വേണ്ടെന്ന് മനസ്സിലാവും. ഏറ്റവും അധികം അഡ്വഞ്ചറസ് ഉള്ള സ്ഥലത്തിലേക്ക് പുള്ളി തിരിഞ്ഞതും ഏറ്റവും ഈസി വേയിലേക്ക് തിരിഞ്ഞതും പുള്ളിയുടെ മരണത്തിലേക്കാണ് കൊണ്ടെത്തിച്ചത്.